ഈ പുഴയും കടന്ന് പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുജാതയാണെങ്കിൽ നമ്മുടെ ഗീതയെടുത്ത് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് പൊക്കോണം എന്ന് പറയണം, നാളെ നേരം വിളിക്കുമ്പോൾ ഭർത്താവിനെയും കൊണ്ട് പൊക്കോണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗീതയുടെ ഭർത്താവ് ദാസനാണെങ്കിൽ കുടിച്ച് ലക്ക് കേട്ട് സുജാതയെടുത്ത് വന്ന് പറയാണ്, ഇവിടുന്ന് ആരും പോത്തില്ല, ഉള്ള സ്വത്തെല്ലാം മര്യാദയ്ക്ക് എഴുതി തരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുജാത എന്തായാലും എഴുതി കൊടുക്കത്തില്ലല്ലോ. സുജാതയെ വെട്ടുകത്തിയായിട്ട് വരികയാണ് സുജാതയുടെ അടുത്തേക്ക്, സുജാതയെ കൊല്ലാൻ. സുജാത ആകെപ്പാടെ ഭയന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ ദാസനും പുറകെ ഓടുന്നുണ്ട് സുജാതയെ കിട്ടാൻ വേണ്ടി. എടേ തള്ളേ തള്ളേന്നും പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാം കടന്ന് വിളിക്കുന്നുണ്ട്. സുജാതയാണെങ്കിൽ പേടിച്ച് ഒരു കാട്ടിൻ്റെ ഇടയ്ക്ക് കയറി ഒളിച്ചിരിക്കുകയാണ്. ദാസനാണെങ്കിൽ അവിടെ എല്ലാം കടന്ന് വിളിച്ച് ബഹളം വെക്കുന്നുണ്ട്. ഈ സമയത്ത് കയ്യിൽ എന്തായാലും ഫോൺ ഉണ്ടായിരുന്നു. സുജാതയാണെങ്കിൽ വിനീതിനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് വിനീത് കാറിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കാറാണെങ്കിൽ പഞ്ചറാവുന്നുണ്ട്. അപ്പം വഴി വെച്ച് വണ്ടി നിൽക്കുന്ന കാരണം ബേബി ഇറങ്ങി പുറത്തിറങ്ങുന്നുണ്ട്. ബേബിക്ക് ഒരു ബോധവും ഇല്ല. വന്ന് ബോണറ്റ് തുറക്കുന്നുണ്ട്. അപ്പോൾ സലീമൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ബേബി കാണിക്കുന്നത്? അല്ല, ഇതിൽ നിന്ന് ഏതൊക്കെ വയറ് വലിച്ചെടുത്ത് പുറത്തേക്ക് ഇടുമ്പോഴത്തേക്ക് കാറ് സ്റ്റാർട്ടാവും, അതിന് വേണ്ടി തുറന്നതെന്ന് പറയാണ്. അപ്പോൾ സലീമൊക്കെ ചോദിക്കുകയാണ്, എടാ ടയർ പഞ്ചറായതിന് എന്തിനാ ഇതൊക്കെ വലിച്ചു തുറക്കുന്നത് എന്ന് പറയാണ്. അവസാനം എല്ലാവരും കൂടെ കാറ് തെള്ളുകയാണ്. ഈ സമയത്താണ് സുജാത വിളിക്കുന്നത് നമ്മുടെ വിനീതിനെ. വിനീതാണെങ്കിൽ അമ്മയുടെ ഫോൺ കോൾ കാണുമ്പോൾ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പം ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, സുജാത കരയുന്നുണ്ട്. അപ്പം സുജാത പറയുകയാണ്, മോനെ ദാസനാണെങ്കിൽ സ്വത്തുക്കളെല്ലാം അവന് വേണമെന്ന് ഇപ്പം ഞാൻ ഒപ്പിട്ട് കൊടുക്കണമെന്ന് എന്നെ ഉപദ്രവിക്കാൻ വന്ന് ഞാൻ ഇറങ്ങി ഓടി ഒരു പൊന്തക്കാട്ടിൽ ഞാൻ ഒളിച്ചിരിക്കുകയെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കരയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിനീത് ആകപ്പാട് ഞെട്ടുന്നുണ്ട്. അപ്പം വിനീതിന് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിനീത് എന്തായാലും അവിടുന്ന് കുറേ ദൂരെയാണ് നിൽക്കുന്നത്. അപ്പോൾ സുജാതയ്ക്ക് പിന്നെ ഈ പണി എന്തായാലും ഗീത കൊടുക്കുമെന്ന് അറിയാമായിരുന്നു. ഇതൊക്കെയാണ് നാളത്തെ പ്രമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.